എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാഖ്യയോഗത്തിലെ 61, 62, 63 ശ്ലോകങ്ങളാണ്. ഏറ്റവും മനോഹരമായ 2 ശ്ലോകങ്ങളാണ് 62ഉം 63. വിവേകാനന്ദനെയും ഗാന്ധിജിയെയും രംഗനാഥാനന്ദ സ്വാമിജി ഇവരെയൊക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരു ശ്ലോകമാണ്. 2 ശ്ലോകങ്ങളാണ് അവർ. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. നമുക്കറിയാം കർണൻ്റെ പ്രത്യേകത നമുക്ക് ധാരാളം അറിയാം. കർണന് ശരിക്കും അവൻ്റെ കഴിവുകളെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം കർണനെ ബാധിച്ചിരുന്നു. എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, എൻ്റെ കഴിവുകൾ ആരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്വന്തം കഴിവുകളിൽ അദ്ദേഹം ശരിക്കും ഒരു ആത്മാഭിമാനി, ഓവറായിട്ടുള്ള ഒരു അഭിമാനം അദ്ദേഹം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കർണൻ ക്ഷണിക്കപ്പെടാത്ത എല്ലാ സദസ്സുകളിലും ചെന്ന് തൻ്റെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ നോക്കുകയും ചെയ്തു. അതൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രീണനങ്ങളും കർണന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ കഴിവുകളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച ആ വിഷയത്തോട് കർണന് ഭയങ്കരമായ ആസക്തിയായിരുന്നു. എൻ്റെ കഴിവിനെ അംഗീകരിക്കണം, അങ്ങനെയുള്ളൊരു ആസക്തി. ഞാൻ കഴിവുള്ളവനാണ്, സ്വയം കഴിവുകളിൽ ഞാൻ കേമനാണ് എന്നൊക്കെയുള്ള ഒരു മിഥ്യാഭിമാനം കർണൻ പുലർത്തിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കർണന് അതിൽ ഭയങ്കരമായ കാമം, ആ കഴിവുകളിൽ ഭയങ്കരമായ ആഗ്രഹം ജനിച്ചു. തൻ്റെ കഴിവുകൾ എവിടെയൊക്കെ പ്രദർശിപ്പിക്കാമോ അവിടെ എല്ലാം പ്രദർശിപ്പിക്കണം, അങ്ങനൊരു ആഗ്രഹം കർണന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. നമുക്കറിയാം, നമുക്ക് ഒരു വസ്തുവിനെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ആസക്തി പെട്ടെന്ന് വളരെ പയ്യെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കാമമാണെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർണന് ഇതിൽ പല സ്ഥലങ്ങളിലും തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ നോക്കുകയും പലയിടത്തും പരാജയപ്പെടുകയും മറ്റുള്ളവരുടെ തിരസ്കാരത്തിന് വിധേയമാവുകയും ചെയ്തപ്പോൾ കർണന് ക്രോധം വരാൻ തുടങ്ങി. അത് നേടിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ വലിയ ക്രോധം കർണനെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ക്രോധം നമുക്കറിയാം പെട്ടെന്ന് വെളിയിലോട്ട് ചാടി വരുന്ന ഒന്നാണ്. താൻ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ അവിടെയും ഒരു സെൽഫിഷ്നെസ്സാണ് നമ്മൾ ക്രോധത്തിലും ഫാക്ടറായിട്ട് വരുന്നത്. ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സമൂഹാവസ്ഥ നമുക്ക് വരും. കാരണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ നമ്മളതിങ്ങനെ ചിന്തിച്ച് നമ്മുടെ ഓർമ്മകൾ മെല്ലെ കുറയും, മെല്ലെ ഇല്ലാതാകും. ഓർമ്മ മെല്ലെ കുറഞ്ഞു പോയാൽ നമ്മുടെ ബുദ്ധി തന്നെ നശിച്ചു. റീസണിങ് കപ്പാസിറ്റി, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഒക്കെ നശിച്ചു. വിവേകം നശിച്ചു. ശരി ഏത്, തെറ്റ് ചെയ്യരുത് എന്ന് നശിച്ചു. കർണൻ എന്ത് പറ്റി? അങ്ങനെ ആ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് കർണൻ അരക്കില്ലത്തിൽ പാണ്ഡവരെ ചുട്ടുകൊല്ലാനും നോക്കിയത്. അതുപോലെ തന്നെ പാണ്ഡവ പത്നിയായിട്ടുള്ള ദ്രൗപദിയെ അപമാനിക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു തരത്തിൽ ക്രോധം കർണനെ കീഴ്പ്പെടുത്തിക്കണം. ക്രോധം വന്ന് കീഴ്പ്പെടുത്തി ഓർമ്മ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായപ്പോൾ കർണൻ്റെ ബുദ്ധി തന്നെ നശിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബുദ്ധി നശിച്ചപ്പോഴാണ് കർണൻ എന്താ പറയണ്ടേ, യുദ്ധക്കളത്തിൽ വെച്ച് കർണൻ അഭിമന്യുവിനെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു കൂട്ടു നിൽക്കുക. എന്നിട്ട് തനിക്ക് വേണ്ട ജസ്റ്റിസ്, നീതിയെക്കുറിച്ച് കർണൻ യാചിക്കുകയും ആ നീതി എന്ന അവകാശത്തെക്കുറിച്ച് കർണൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുദ്ധി നശിച്ച് അവസാനം ആ വ്യക്തി തന്നെ നശിച്ചു പോവുകയും. ഇവിടെ ഈ കർണൻ്റെ കഥയിൽ നിന്ന് കർണൻ നശിക്കുന്നതിൻ്റെ കാരണമായി നമുക്ക് ഏറ്റവും തുടക്കത്തിലെ പോയിന്റ് ചിന്തിച്ച് നോക്കാം. അതാണ് തനിക്ക് തൻ്റെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ള ഒരു ആസക്തി, ആ കഴിവുകളോടുള്ള ആസക്തി.
അതാണ് ഇതിൻ്റെ മൂലകാരണമായി വർത്തിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത്തരത്തിലെല്ലാം പല അധികാരങ്ങളോട്, സമ്പത്തിനോട്, പല കാമ സുഖങ്ങളോട്, അങ്ങനെ പലതിനോട് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ അത് ആസക്തിയായി മാറും. അത് ആസക്തി നേടണം, അത് നേടാനുള്ള മോഹം പിന്നീടുണ്ടാകും. ആദ്യം വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുന്നു, രണ്ടാമത് അതിനോട് ആസക്തി ഉണ്ടാകുന്നു, പിന്നെ അത് നേടണമെന്നുള്ള കാമം ജനിക്കുന്നു. അത് നേടാൻ സാധിക്കാതെ വരുമ്പോൾ വലിയ ക്രോധമാകുന്നു. അടുത്ത് നിൽക്കുന്ന എല്ലാവരോടും ദേഷ്യവും, നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് വരെ നമുക്ക് ക്രോധമാകും. ക്രോധമായി കഴിഞ്ഞാൽ സമ്മോഹം വരും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ നശിച്ചു പോകും. ഓർമ്മ നശിച്ചാൽ ഇപ്പം കഥയിൽ പറഞ്ഞതുപോലെ പിന്നെ ബുദ്ധി നശിക്കാൻ തുടങ്ങും. ബുദ്ധി നശിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കപ്പാസിറ്റികൾ കുറയും. റീസണിങ് കപ്പാസിറ്റി, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ സംഭവിക്കും. അതൊക്കെ സംഭവിച്ചാൽ ആ വ്യക്തി തന്നെ മെല്ലെ നശിച്ചു പോകും. അപ്പോൾ ഒരു വ്യക്തി നശിക്കുന്നതിൻ്റെ മൂല കാരണമാണ് നമുക്ക് പലതിനോടുമുള്ള ആസക്തി. അതിനെ തന്നെ നമ്മൾ നുള്ളിക്കളഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും, ഈ ലോജിക്കൽ സെറ്റ് ഓഫ് ഈവൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. ഇതാണ് കൃഷ്ണൻ അർജുനന് ഈ പറഞ്ഞ ശ്ലോകങ്ങളിലൂടെ നൽകുന്ന സന്ദേശം. അല്ലയോ അർജുന, നമുക്ക് ഒരു വസ്തുവിനോട് തോന്നുന്ന ആസക്തി നമ്മളിൽ അതിനോടുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നു. ആഗ്രഹം നേടാതെ വരുമ്പോൾ അത് ക്രോധത്തിന്, ദേഷ്യത്തിന് വഴിമാറുന്നു. ദേഷ്യം നമ്മുടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നമുക്കുണ്ടാക്കുന്നു. നമുക്കറിയാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമ്മോഹാവസ്ഥ നമ്മുടെ ഓർമ്മയെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. അത് നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, ഒടുവിൽ നമ്മളെ തന്നെ അത് നശിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ബുദ്ധിക്ക് ഒരു വെൽനെസ്, ബുദ്ധിയുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ആസക്തികൾ കുറച്ചു കൊണ്ടുവരേണ്ടതാണ്. വസ്തുവകകളോട് നമുക്ക് തോന്നുന്ന, പലതിനോടും നമുക്ക് തോന്നുന്ന ആസക്തി, ഭ്രമം, അതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് മെല്ലെ മെല്ലെ കൊണ്ടുവരേണ്ടതാണ്. കാരണം അതൊരു ശീലമായി അഭിജായത, ഉപജായത, സംജായത കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ അത് ജനിക്കാൻ തുടങ്ങും. ശരിക്കും വ്യക്തി രൂപീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ആസക്തികൾ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ക്ലാസ്സിലെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്കൊക്കെ നമുക്ക് പല ദൗർബല്യങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള ആസക്തി എന്താ, നമുക്കതൊന്ന് ആലോചിച്ച് നോക്കാം.